അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും മജ്ലിസുൽ ഈമാനിലേക്ക് സ്വാഗതം. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ മനോഹരമായ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ദിക്റുകൾ ചൊല്ലേണ്ട, ആരാധനകൾ ചെയ്യേണ്ട, ദുആ ഇരക്കേണ്ട, പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. മരണം വരെ ധാരാളം ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് മുറാദുകളുള്ളവരാണ്. ഹാസിലാക്കി തരണേ അല്ലാഹ്. ഈമാൻ നൽകണേ അല്ലാഹ്. കടങ്ങളിൽ നിന്ന് മോചനം നൽകണേ അല്ലാഹ്. മക്കളെ നന്നാക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. പാരത്രിക ലോക വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. സമാധാനം നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മുടെ മജ്ലിസിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി ദിക്റുകൾ ചൊല്ലുക, ആമീൻ പറയുക, ആമീൻ എന്ന് കമന്റ് ചെയ്യുക. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മജ്ലിസിനെ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ചൊല്ലിയ ഈ ബൈത്തിന്റെ പ്രതിഫലം ഞങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ നിറക്കുന്നതാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസ് അവസാനം വരെ പങ്കെടുക്കാൻ, അവസാനത്തെ പ്രാർത്ഥന വരെ പങ്കെടുക്കാൻ ശൈത്വാന്റെ ശർറില്ലാതെ അതിനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈമാനോടുകൂടെ മരണം വരെ ദിക്റുകൾ സദാസമയവും ചൊല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നിന്നോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കണേ അല്ലാഹ്. നിന്നെ ഓർക്കുന്ന മനസ്സ് നൽകണേ അല്ലാഹ്. നിന്നെ ഇഷ്ടപ്പെടുന്ന, നിന്നെ അനുസരിക്കുന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മള് 3 ഫാത്തിഹ സൂറത്ത് ഹബീബായ മുത്തുനബിയുടെ പേരിൽ പാരായണം ചെയ്യുകയാണ്. അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും നേതാവായ, സകല സൃഷ്ടികളുടെയും രാജാവായ, എന്തു ചോദിച്ചാലും അല്ലാഹു ഒരിക്കലും തട്ടാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഹബീബായ മുത്തുനബിയോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കണേ അല്ലാഹ്. അവിടുത്തെ റൗള കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ പാരത്രിക ലോകത്ത് ആരുമില്ലാത്ത സമയത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മുത്തിന്റെ ശഫാഅത്ത് ലഭിക്കുന്ന ആളുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്.
പടച്ചവനെ ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയെ ഹബീബായ മുത്തുനബിയുടെ തിരുഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ ചാരത്ത് ചെന്ന അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധ മദീനയുടെ മന്ദമാരുതൻ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ റൗളയൊന്ന് കാണാൻ, ആ പച്ചക്കുബ്ബയൊന്ന് കാണാൻ, ആ പരിശുദ്ധമായ ഹറം കാണാൻ, മസ്ജിദുൻ നബവി കാണാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഇനിയും ഹജ്ജും ഉംറയും ചെയ്യാത്തവർ ധാരാളമുണ്ട്, ചെയ്തവരുമുണ്ട്. ഇനിയും അവസരം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആരെക്കാളും ഞങ്ങളുടെ പ്രിയപ്പെട്ട മറ്റുള്ള എന്തിനേക്കാളും ഞങ്ങളുടെ മുത്തുനബിയോടുള്ള മഹബ്ബത്ത് ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കണേ അല്ലാഹ്. അവിടുത്തെ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിന്റെ ശൈലിയാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഒരു മനോഹരമായ ദിക്റാണ്. അള്ളാഹു എന്ത് ചോദിച്ചാലും നൽകുന്ന ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. നമ്മുടെ മജ്ലിസിലൂടെ, കമന്റിലൂടെ, ഫോൺ വിളിച്ച് മെസ്സേജ് അയച്ചിട്ടൊക്കെ പറഞ്ഞവരുണ്ട്. അസുഖം ഭേദമാവാൻ, കടങ്ങൾ കൊടുത്തത് തിരിച്ചു കിട്ടാൻ, വീടുണ്ടാവാൻ വേണ്ടി, മക്കൾ നിസ്കരിക്കുന്നവരാവാൻ വേണ്ടി, നല്ല സ്വഭാവമുള്ളവരാവാൻ വേണ്ടി, ഭർത്താവ് മദ്യപാനം നിർത്താൻ വേണ്ടി, ഇങ്ങനെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനെ, ഞങ്ങളുടെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഹബീബായ പുണ്യനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാഹ്, ഞങ്ങളെ കാക്കണേ അല്ലാഹ്, ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്ന ദിക്ർ സ്വർഗീയമായ, സ്വർഗവുമായി ബന്ധപ്പെട്ടതാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ചത് സ്വർഗത്തിലെ ദിക്റാണ് എന്നതാണ്. സ്വർഗത്തിലെ ദിക്റാണ്. അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. لا حول ولا قوة إلا بالله، 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 لا حول ولا قوة إلا بالله. സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, നീറുന്ന 100 പ്രശ്നങ്ങളുമായി ജീവിക്കുന്നവരാൻ സമാധാനം നൽകണേ അല്ലാഹ്, പരിഹാരം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ടിട്ട് മാസങ്ങളായി, വർഷങ്ങളായി കൊടുത്തു വീട്ടാനുള്ള സമ്പത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വലിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരുണ്ട്, ഞങ്ങൾക്കറിയുന്നവരും ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരും മജ്ലിസിൽ പങ്കെടുക്കുന്നവരും. ശിഫാ നൽകണേ അല്ലാഹ്. ക്യാൻസറിൽ നിന്ന്, അറ്റാക്കിൽ നിന്ന്, കിഡ്നി രോഗത്തിൽ നിന്ന്, കരൾ രോഗത്തിൽ നിന്ന്, ട്യൂമറിൽ നിന്ന്, ഷുഗറിൽ നിന്ന്, പ്രമേഹത്തിൽ നിന്ന്, കൊളസ്ട്രോളിൽ നിന്ന്, മറ്റു ശാരീരികമായ അസുഖങ്ങളിൽ നിന്ന്, പേരറിയുന്നതും അറിയാത്തതുമായ എല്ലാ രോഗങ്ങൾക്കും ശിഫാ നൽകണേ അല്ലാഹ്. മരണം വരെ ആരോഗ്യത്തോടെ ഇരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നല്ല ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഖൈർ നൽകണേ അല്ലാഹ്. വരുമാനത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഐക്യം നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഇസ്തിഗ്ഫാറാണ്. ഏതൊരു കാര്യം റബ്ബിനോട് ചോദിക്കുന്നതിന്റെ മുമ്പ് ഇസ്തിഗ്ഫാർ ചൊല്ലൽ നിർബന്ധമാണ്. വിനയത്തോടുകൂടെ അല്ലാഹുവേ, എന്റെ പാപങ്ങളൊക്കെ പുറത്തു തരണേ എന്ന് പറയുന്നതാണ് ഇസ്തിഗ്ഫാർ. പാപങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ഇസ്തിഗ്ഫാറിന് വലിയ മഹത്വമുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ഖബൂലാക്കട്ടെ.
അസ്തഗ്ഫിറുല്ലാഹൽ അദീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ പാപികളായി മരിപ്പിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. മനഃപൂർവ്വം ചെയ്തതുണ്ട്, അറിയാതെ ചെയ്തതുണ്ട്, രഹസ്യമായി പരസ്യമായി ഞങ്ങൾ ചെയ്ത സകലമാന പാപങ്ങളും പരിശുദ്ധമായ മുഹറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളെ നന്നാക്കണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. കുടുംബം നന്നാക്കണേ അല്ലാഹ്. ഐക്യം നൽകണേ അല്ലാഹ്. വിജയം നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി നമ്മൾ ചൊല്ലുന്നത് പരിശുദ്ധ ഖുർആനിലെ ഒരു ദിക്റാണ്. മനസമാധാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദിക്ർ. നമ്മളൊക്കെ ഒരുപാട് മനസമാധാനക്കേട് കൊണ്ട് ജീവിക്കുന്നവരാണ്. കടങ്ങൾ കാരണം, അസുഖങ്ങൾ കാരണം, മക്കളുടെ സ്വഭാവം കാരണം, ഭർത്താവിന്റെ മദ്യപാനം, വീട് പണി, വീടായിട്ടില്ല, സ്ഥലമില്ല, അയൽവാസികളെ കൊണ്ട്, കുടുംബങ്ങളെ കൊണ്ട്, മാതാപിതാക്കളെ കൊണ്ട്, ഇങ്ങനെ പല ആളുകളും പല പ്രശ്നങ്ങളുമായി ജീവിക്കുന്നവരാണ്. മനസമാധാനമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് നമ്മുടെ മനസ്സിന് വല്ലാത്ത സമാധാനം അല്ലാഹു നൽകുന്ന ഒരു ആയത്താണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. سلام قولا من رب رحيم 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 سلام قولا من رب رحيم. സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്, വിജയം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ മഹത്തായ ഈ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. മനസമാധാനം നൽകണേ അല്ലാഹ്. മക്കളെ കൊണ്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ബാങ്കിൽ ലോൺ എടുത്തുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, പങ്കാളികളുടെ ദുസ്വഭാവം കാരണം പ്രയാസപ്പെടുന്നവരുണ്ട്, അയൽവാസിയുടെ ദുസ്വഭാവങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കൊടുത്ത കടങ്ങൾ തിരിച്ചു കിട്ടാൻ വഴിയില്ലാതെ മാനസികമായി പ്രയാസപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനേകമായിരം പ്രശ്നങ്ങളിലൂടെ ജീവിക്കുന്നവരാണ്. അല്ലാഹ്, ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാഹ്. സമാധാനത്തിനുള്ള മാർഗം ഞങ്ങളുടെ മുമ്പിൽ തുറന്നു തരണേ അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്. കടങ്ങളെ വീട്ടിത്തരണേ അല്ലാഹ്. അസുഖങ്ങൾ ശിഫയാക്കി തരണേ അല്ലാഹ്. ബന്ധങ്ങളൊക്കെ ഐക്യത്തിലാക്കണേ അല്ലാഹ്. പരസ്പരം സ്നേഹവും സാഹോദര്യവും ഞങ്ങളുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ച് തരണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് സ്വലാത്താണ്. ഹബീബായ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നതൊരു മുഅ്മിനിന്റെ അടയാളമാണ്. ദുആ സ്വീകരിക്കാൻ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് സ്വലാത്ത് ചൊല്ലുക എന്നത്. സ്വലാത്ത് ഇല്ലാത്ത പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പേര് പറഞ്ഞിട്ട് റബ്ബിനോട് അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും അതിനുള്ളൊരു പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ തുറന്നു തരും. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. സല്ലല്ലാഹു
الله على محمد صلى الله عليه وسلم صلى 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 الله على محمد صلى الله عليه وسلم സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ സവാബുകൾ ഞങ്ങളുടെ ഹൃദയമാകുന്ന മുഹമ്മദ് മുസ്തഫയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റൗള കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഭൂമിയിലെ സ്വർഗമാകുന്ന പരിശുദ്ധമായ റൗള ഷരീഫ് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബറിൽ ഹബീബായ മുത്തുനബിയുടെ ഒരു സുഹബത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിലെ മുത്തുനബിയെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തിയ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു മനോഹരമായ ആയത്തിന്റെ ഭാഗമാണ്. ഒരു പ്രാർത്ഥന കൊണ്ട് ലോകത്തെ തന്നെ, ലോകത്തിന്റെ ചരിത്രഗതി തന്നെ മാറ്റിക്കുറിച്ച ഒരു ആയത്താണ്. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. മഹാനായ യൂനുസ് നബിയുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കട്ടെ. നാളെ പാരത്രിക ലോകത്ത് സമാധാനം അല്ലാഹു പ്രദാനം നൽകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ആ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദിക്റാണ് ചൊല്ലുന്നത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ദിക്ർ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ 100,000 പ്രശ്നങ്ങളുള്ളവരാണ്. പെട്ടുപോയി അല്ലാഹ്, കുടുങ്ങിക്കിടക്കുകയാണ് അല്ലാഹ്. ഒരു രൂപ പോലും തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല, കടങ്ങൾ വീട്ടാൻ കഴിയുന്നില്ല. റഹ്മാനേ, ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും ഞങ്ങളിൽ നിന്ന് അകറ്റിത്തരണേ അല്ലാഹ്. മനസമാധാനം നൽകണേ അല്ലാഹ്, വിജയം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന് പരിപൂർണമായ സുരക്ഷിതത്വം കൊടുത്ത നാഥാ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങൾ പെട്ടുപോയിരിക്കുന്ന എല്ലാ കടങ്ങളും പെട്ടെന്ന് കൊടുത്തു വീട്ടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ ദിക്റാണ്. നമുക്കറിയാം, നമ്മൾ എപ്പോഴും ചൊല്ലുന്ന മജ്ലിസുകളിലൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ദിക്ർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിത ചരിത്രം നമുക്കറിയാം.
അള്ളാഹുവിന്റെ ഖലീൽ എന്ന് പറയുന്ന മനോഹരമായ പദവിയിലേക്ക് ഇബ്രാഹിം നബി ഉയർത്തിയത് അവിടുത്തെ ആത്മവിശ്വാസവും അവിടുത്തെ ഗട്സും അവിടുത്തെ സത്യത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറുള്ള ആ ഒരു മനസ്സുമാണ് അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന പദവിയിലേക്ക് നയിച്ചത്. അള്ളാഹു നമ്മെ ഖബൂലാക്കട്ടെ. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന, ദിക്റുകൾ ചൊല്ലുന്ന, നിസ്കാരത്തോട് പ്രണയം തോന്നുന്ന, തഹജ്ജുദ് പതിവാക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. حسبنا الله ونعم الوكيل 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 حسبنا الله ونعم الوكيل. അല്ലാഹുവേ, ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരണേ അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അനുയോജ്യരായ സ്നേഹമുള്ള കുടുംബിനികളായ ഇണകളെ നൽകണേ അല്ലാഹ്. ഭർത്താക്കന്മാരെ, ഭാര്യമാരെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്, നല്ല ജോലിക്ക് ആഗ്രഹിക്കുന്നവരാണ്, നല്ല ആരോഗ്യം ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങളെ നിയന്ത്രിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല മാർഗങ്ങൾ തുറന്നു തരണേ അല്ലാഹ്. നിന്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കാൻ നിന്റെ നിയന്ത്രണം ഞങ്ങൾക്ക് ആവശ്യമാണ് അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അഫ്ളൽ ദിക്റാണ്. ദിക്റുകളുടെ സുൽത്താനായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈമാനിന്റെ അടിത്തറയാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖബറിൽ വിജയിപ്പിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരിക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിന്റെ അടിസ്ഥാനമാകുന്ന വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ അനേകം പ്രത്യേകതകളുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെങ്ങാനും ചൊല്ലി ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ നേരെ സ്വർഗത്തിലേക്കാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, എല്ലാവരും ഈമാനോടുകൂടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ചൊല്ലുക. لا إله إلا الله 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 لا إله إلا الله. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. മരണം വരെ ഈമാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിച്ചു നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ധാരാളം ദിക്റുകൾ ചൊല്ലാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിച്ചു തരണേ അല്ലാഹ്. കടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, മറ്റു മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖബറിൽ വന്ന് ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു തരുന്ന അവസ്ഥ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പാരത്രിക രോഗ ബുദ്ധിമുട്ടുകൾ തടയാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഇസ്മാണ്, അസ്മാഉൽ ഹുസ്ന. വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ആ പ്രാർത്ഥന തട്ടിക്കളയുകയില്ല എന്നാണ് മഹാന്മാര് പറയുന്നത്. അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട 2 ദിക്റുകളിൽ ഒന്നാണ്
അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പറയുന്ന അതിമഹത്തായ കാരുണ്യം. ഏത് മതവിശ്വാസിയാണെങ്കിലും മൃഗങ്ങൾക്കും പറവകൾക്കും പക്ഷികൾക്കും സമുദ്രജീവികൾക്കും ഒക്കെ അതാത് സമയം ആവശ്യത്തിനുള്ള അളവിനനുസരിച്ച് ഭക്ഷണം കൊടുക്കുന്ന രാജാതിരാജനായ അള്ളാഹു, അവന്റെ റഹ്മത്ത് എന്ന് പറയുന്നത് വലിയ ഒരു കടലാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരട്ടെ. يا رحمن يا الله 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 يا رحمن يا الله. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലോ, നിന്റെ കാരുണ്യം ഞങ്ങളിൽ വർഷിപ്പിക്കണേ അല്ലോ. നിന്റെ കരുണയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, നിന്റെ സഹായമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. നിന്നെ കൊണ്ടല്ലാതെ ഞങ്ങളുടെ ജീവിതം ഒരല്പം പോലും മുന്നോട്ട് പോവുകയില്ല അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മറ്റൊരു പേര്, അള്ളാഹുവിന്റെ കരുണ നമുക്ക് ലഭിക്കാൻ വേണ്ടി. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് നൽകട്ടെ. പ്രത്യേകമായി അള്ളാഹുവിന്റെ അടിമകളിൽ ചിലർക്ക് മാത്രം അള്ളാഹു സഹായം നൽകുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവർക്കും ഒരുപോലെ നൽകുന്നവനല്ല. ചില ആളുകൾക്ക് അപ്രതീക്ഷിതമായി കടങ്ങളൊക്കെ വീടാനും അസുഖങ്ങൾ ഭേദമാവാനും മനസമാധാനവും ഒക്കെ വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു ഇതിനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. يا رحيم يا الله 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 يا رحيم يا الله. അല്ലാഹുവേ, ഞങ്ങളെ പരിഗണിക്കണേ അല്ലാ. ധാരാളം ദുആ ഇരക്കുന്നുണ്ട് റഹ്മാനേ. നീ ഒന്നും തന്നിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ്. മനസ്സിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലോ. നിന്നോടുള്ള മുഹബ്ബത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കണേ അല്ലോ. പടച്ചവനെ, ഞങ്ങളെ ഖബൂലാക്കണേ അല്ലോ. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലോ. ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലോ. പടച്ചവനെ, മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ആരോഗ്യപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, കുടുംബപരമായ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും മനസമാധാനം നൽകണേ അല്ലോ. മനസമാധാനം നൽകണേ അല്ലോ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ മനോഹരമായിട്ടുള്ള ഒരു നാമമുണ്ട്. ആ നാമം പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരും, നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. യാ ഗഫൂറു യാ അല്ലാഹ് 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 يا غفور يا الله يا غفور يا الله يا غفور يا الله يا غفور يا الله يا غفور يا الله. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലോ. ഞങ്ങളെ പാപങ്ങൾ പുറത്തു തരണേ അല്ലോ. പാപികളായി ദോഷികളായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലോ. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങളുടെ സ്വപ്നങ്ങൾ സഫലീകരിച്ച് തരണേ അല്ലാ. വിജയം നൽകണേ അല്ലാ. ഖബർ ജീവിതം വിജയത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കുന്നവർ, ഞങ്ങളുടെ കൂടെ ജീവിതത്തിൽ സഹകരിക്കുന്നവർ, അവർക്കൊക്കെ സമാധാനം നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ് യാ ലതീഫു യാ അല്ലാഹ്.
ചെറിയ ഇസ്മാണ്, കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. എന്നാൽ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കളുടെ കല്യാണ അന്വേഷണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജോലി അന്വേഷിച്ചു പോവുകയാണ്. ആ ജോലി അന്വേഷിച്ചു പോകുന്ന സമയത്ത് ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ നമ്മുടെ ജോലി അവിടെ കാത്തിരിക്കുന്നുണ്ട്. നല്ല സാലറി ഉള്ള ജോലി. നമ്മൾ അവിടെ എത്തിപ്പെടണമെങ്കിൽ വലിയ ഒരു ദുർഘടം പിടിച്ച പാതയിലൂടെ കടന്നു പോകണം. എന്നാൽ ഈ ദിക്ർ ഒരു മനുഷ്യൻ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. ജോലിയാകട്ടെ, അസുഖങ്ങളാവട്ടെ, മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളാവട്ടെ, ഈമാനോടുകൂടെ പറഞ്ഞാൽ അള്ളാഹു വളരെ പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം നൽകുമല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. മക്കളുടെ ദുസ്വഭാവം, ലഹരിക്കടിമപ്പെട്ടവർ, മദ്യപാനിയായ ഭർത്താവ്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, കൈമുട്ട് കാൽമുട്ട് വേദന, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ജീവിക്കുന്നവരാണ്. അല്ലാ, ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ, ഒരുമ നൽകണേ അല്ലാ, ഐക്യം നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അല്ലാഹുവിന്റെ അതിമഹത്തായ നാമമാണ്. എല്ലാം നൽകുന്നവനായ രാജാവ്, എന്തും നൽകാൻ കഴിവുള്ള രാജാവ്, നമുക്കൊക്കെ തന്ന രാജാവ്, നമ്മെ പരിപാലിക്കുന്ന രാജാവ്. യാ റസ്സാഖ് യാ അല്ലാഹ്, എല്ലാം നൽകുന്നവനാണ്. ഭക്ഷണം മാത്രമല്ല, നമ്മുടെ കുടുംബവും നമ്മുടെ ജീവിതവും നമ്മുടെ വീടും നമ്മുടെ ആഹാരവും നമ്മുടെ ആരോഗ്യവും ഒക്കെ അള്ളാഹു നൽകിയവനാണ്. റസ്സാഖായ അള്ളാഹു നൽകിയതാണ്. ആ അള്ളാഹുവിനെ കുറിച്ച്, റസ്സാഖ് എന്ന നാമത്തെ കുറിച്ച് പറയുമ്പോൾ നന്ദിയുള്ളവരായി നമ്മൾ മാറും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. يا رزاق يا الله 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 يا رزاق يا الله. പടച്ചവനെ, നീ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആരോഗ്യം, മക്കള്, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ജീവിതത്തിലെ സകല സൗകര്യങ്ങളും. പക്ഷേ അല്ലാഹുവേ, പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് പോരായ്മകളുണ്ട്. നല്ല ജോലിയില്ല, നല്ല വീടില്ല. വീട് ഉണ്ടാക്കണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ഫലമായി ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ, ഈമാനോടുകൂടെ ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഖബർ ജീവിതം അള്ളാഹു സ്വർഗ്ഗപൂങ്കാവനമാക്കി തരട്ടെ. اللهم أجرني من النار 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 اللهم أجرني من النار. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. കത്തിയാടുന്ന നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. ധാരാളം ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിന്റെ സ്വർഗീയ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ.
ഖബറിന്റെ ഭീകരമായ ഇടുക്കത്തിൽ നിന്ന്, ഒറ്റപ്പെടലിൽ നിന്ന്, വന്യതയിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, നമ്മൾ ദുആ ഇരിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക, ആമീൻ എന്ന് കമന്റ് ചെയ്യുക. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الرحم الراحمമായ രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സ് നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലുന്നതും പറയുന്നതും ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതം ഖൈറും ബറക്കത്തും നിറഞ്ഞതാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഈമാൻ നൽകണേ അല്ലാഹ്. ഒരുമ നൽകണേ അല്ലാഹ്. ഐക്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് രോഗികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശിഫാ നൽകണേ അല്ലാഹ്. ശിഫാ നൽകണേ അല്ലാഹ്. ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് ചെറുതും വലുതുമായ, പേറിയുന്നതും അറിയാത്തതുമായ നൂറുകണക്കിന് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. നിന്റെ കാവലല്ലാതെ മറ്റൊരു പരിഹാരവും ഞങ്ങൾക്കില്ല. കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അവരുടെ വരുമാനത്തിൽ ഖൈർ നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പറഞ്ഞതനുസരിക്കുന്ന, ദീനുള്ള, നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന മക്കളാക്കണേ അല്ലാഹ്. അവരെ വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബക്കാർ, ഭർത്താക്കന്മാർ, അയൽവാസികൾ, ഞങ്ങളെ സ്നേഹിച്ചിരുന്നവർ പലരും ഖബറിന്റെ ഉള്ളിലാണ് അല്ലാഹ്. അവരെ വിജയിപ്പിക്കണേ അല്ലാഹ്. അവരുടെ ബർസഖിയായ ജീവിതം റാഹത്തിലാക്കണേ അല്ലാഹ്. റാഹത്തിലാക്കണേ അല്ലാഹ്. നാളെ ഞങ്ങളും മയ്യിത്താണ് റഹ്മാനേ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. നാളെ മഹ്ശറിൽ നിങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മീസാനിലും സിറാത്തുൽ മുസ്തഖീമിലും ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നരകം നൽകല്ല അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായി മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ ഞങ്ങളും ഖബറിലേക്ക് പോകേണ്ടവരാണ്. വിജയിപ്പിക്കണേ അല്ലാഹ്. ഖബറിലെ ഹിസാബ് എളുപ്പമാക്കണേ അല്ലാഹ്. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ പെട്ടെന്ന് മറുപടി പറയുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയിൽ സ്നേഹവും സാഹോദര്യവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ എല്ലാവർക്കും സ്നേഹം നൽകണേ അല്ലാഹ്. എല്ലാവർക്കും സ്നേഹം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ പ്രിയ സഹോദരന്മാർ, അതുപോലെ പ്രവാസികൾ, ഞങ്ങളുടെ മക്കൾ, നിന്റെ കാവല് നൽകണേ അല്ലാഹ്. നിന്റെ കാവലല്ലാതെ മറ്റൊരു സഹായവും ഞങ്ങൾക്കില്ല. ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.